തുടർച്ചയായ ബ്ലഡ് പ്യൂരിഫയറും ചാമ്പ്യൻ തൈലത്തിന്റെ നിരന്തരമായ ഉപയോഗം മൂലം അത് നിശേഷം മാറി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, അതല്ല, അതൊരു ചെറിയ കേസെന്നേ ഉള്ളൂ. അതിലും വലിയ കേസുകളെല്ലാം ഞാൻ തരണം ചെയ്ത് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മിനി മെഡിക്കൽ കോളേജിൽ നിന്ന് വേണം പറയാനുണ്ട്. എനിക്ക് ഒരു 1987 എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി. അതോടുകൂടി എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. എൻ്റെ ഒരു സൈഡ് പാരലൈസ് ആയി പോയായിരുന്നു. അപ്പം ഇവിടെ വന്ന് ശ്രീചിത്രയിലാണ് ഓപ്പറേഷൻ നടത്തിയത്. അതേ തുടർന്ന് ഞാൻ ഒരു 37 വർഷം കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന്, 2 നേരം രാവിലെയും വൈകിട്ടും കഴിച്ചുകൊണ്ടിരുന്ന ടാബ്ലറ്റ്, എനിക്ക് ഇതിന്റെ ഈ പ്രൊഡക്റ്റുകളുടെ നിരന്തരമായ ഉപയോഗം മൂലം എനിക്ക് നിർത്തുവാൻ സാധിച്ചു. 37 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച മെഡിസിൻ എനിക്ക് നിർത്താൻ സാധിച്ചു. അതെനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതേ തുടങ്ങി പിന്നെ 2007 എൻ്റെ ഒരു വയറിന്റെ ഒരു ലാർജ് ഇൻഡസ്ട്രിയിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയിൽ 15 സെന്റിമീറ്റർ നീക്കിയിട്ട് ബാക്കിയുള്ളത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. കാരണം അതിൻ്റെ അകത്ത് പോളിപ്പായിരുന്നു. അപ്പം വേറെ മെഡിസിൻ ഒന്നുമില്ല അതിന്. പക്ഷെ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഈ നമുക്കറിയാമല്ലോ, ഒരു ഓർഗൻ പോകുമ്പം എന്താ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പ്രൊഡക്റ്റുകളുടെ നിരന്തരമായ ഉപയോഗം മൂലം അതിൻ്റെ അകത്ത് ഞാൻ കഴിക്കാത്ത പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ലേഡീസിന് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതുള്ളൂ. പുതിയ പ്രൊഡക്റ്റ് ഏത് കമ്പനി വന്നാലും ഔട്ട്ലെറ്റ് വന്നാലും ഞാൻ അന്നേരപ്പള തന്നെ മേടിച്ച് ഒരു 3 മാസം ഉപയോഗിച്ചിരിക്കും. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ ഹെൽത്തിനാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ധാരാളം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് അതിനകത്ത് എനിക്ക് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രോബയോട്ടിക്കും ഇമ്മ്യൂണോത്രിപ്ലസും നിരന്തരമായുള്ള ഉപയോഗം മൂലമാണ് എനിക്ക് ആ വയറിന്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയത്. ഇപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഈ കൈ, എൻ്റെ രാവിലെ ഏക്കുമ്പോ കൈ തടി പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ എന്താണെന്ന് ഓർത്തിട്ട് ഞാനോർത്ത് തലയുടെ അടി വെക്കുന്ന കൊണ്ടായിരിക്കും, തലയുടെ അടി ബൈ ചാൻസ് തലയുടെ അടി കൈ വരുന്നതുകൊണ്ടായിരിക്കും എന്ന് ഓർത്ത്. പക്ഷെ അത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോഴും പിന്നെ ഒരു ബലക്ഷയക്കുറവ് വന്നപ്പോഴും ഒക്കെ ഞാനത് നമ്മുടെ ഫാമിലി ഒരു ഡോക്ടറുണ്ട്, ജോബിൻ ഡോക്ടർ എന്നാണ് പേര്. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പുള്ളി എനിക്ക് ഒരു ചെറിയ തോതിലുള്ള മരുന്നൊക്കെ തന്നേക്കും. അത് വിട്ട് നീരുണ്ട് കൈക്ക്. അപ്പം അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വീണ്ടും മാറാതെ വന്നു കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ വീണ്ടും ചെന്ന് അന്നേരം എന്നോട് പറഞ്ഞു ഒരു ന്യൂറോ സർജനെ പോയി കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ചീട്ടും കാര്യങ്ങളെല്ലാം കിടക്കുന്ന ലേക്ക് ഷോറിലാണ്. അവിടെ ഞാൻ ചെന്ന് നമ്മുടെ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞ് ഒരു കൈയുടെ ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സ്കാൻ ഞാൻ ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് കാർപ്പനൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിനുള്ള ഒരു മെഡിസിൻ ഒക്കെ തന്നേക്കും. എന്നോട് പറഞ്ഞു 1 മാസം കഴിയുമ്പോൾ പിന്നെ വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ആ മെഡിസിൻ ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം നമ്മുടെ കമ്പനിയുടെ ജീവന് തുല്യം, ജീവൻ എന്ന് പറയാം, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ അനവധി എണ്ണം ഉപയോഗിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചത് ചാമ്പ്യൻ തൈലം, നോവേദന ജെല്ല്, നോവേദന ക്യാപ്സൂള്, നേർവ് എനർജി, മേൻ ശക്തിമാൻ, മുരിങ്ങ, 95, ന്യൂട്രിലൈഫ്, ഇത്രയും പ്രൊഡക്റ്റുകളാണ്, പ്ലസ് വെൽഹാർട്ട്, ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ചത്. പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് ആ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ആശുപത്രിയിലോട്ട് പോയിട്ടുള്ളൂ.
പിന്നെ ഞാൻ പോയിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് കംപ്ലീറ്റ് എനിക്ക് ഒരു സുഖമായിട്ട് എന്ന് 4 മാസം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പോഴും എനിക്ക് എന്റെ കൈകളും ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അന്ന് റിസൾട്ട് കിട്ടിയത് റൈറ്റ് ഹാൻഡ് സിവിയറും ലെഫ്റ്റ് ഹാൻഡ് മോഡറേറ്റ് എന്നാണ് അവിടെ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മുടെ നിരന്തരമായ ഇത്രയും പ്രൊഡക്റ്റുകളുടെ ഉപയോഗവും പ്രധാനമായിട്ട് എനിക്ക് നോവേദന ജെല്ലും ചാമ്പ്യൻ തൈലമാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിന്റെ നിരന്തരമായ ഉപയോഗം, നിർത്താതെയുള്ള ഉപയോഗം കൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാനൊരു 3-4 മാസക്കാലത്തോളം ആയി എന്നെ മീറ്റിങ്ങിനെല്ലാം വിളിച്ചിട്ടു. ഞാൻ പുറത്തോട്ട് ഇടയ്ക്കൊക്കെ വല്ലപ്പോഴേ പോവുള്ളൂ. പിന്നെ മറ്റേ കോട്ടയത്തെ മീറ്റിങ്ങിനൊക്കെ ഞാൻ ഇടയ്ക്കേ വരുള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എനിക്ക് മാറിക്കിട്ടി. അതാണ് എനിക്ക് എനിക്ക് പറയാനുള്ളൊരു പ്രധാനമായിട്ടൊരു കാര്യം. അതുകൊണ്ട് പിന്നെ ഞാന് കുറച്ച് ഒരു അഗ്രോയുടെ പ്രൊഡക്റ്റിന്റെ കാര്യം കൂടെ പറയാം. എനിക്കിവിടെ ഒരു 1/2 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് 10-55 എല്ലാം മിശ്രിത കൃഷിയാണ്. 55 ജാതിയുണ്ട്, 45 കൊക്കോയുണ്ട്, പിന്നെ ഒരു 70 കവുങ്ങോളമുണ്ട്, പിന്നെ കുറെ വാഴകളുണ്ട്, കൊടിയുണ്ട്. എല്ലാം കൂടെ കൂടി ഇടകലത്തിൽ വെച്ചിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഒരു 3 വർഷമായിട്ട് ഞാൻ ഈ ഇന്ത്യാഗ്രോയുടെ ഭൂവസ്ത്ര എന്ന പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിച്ച്, ജാതിയുടെ മാത്രമാണ് ഞാൻ റിസൾട്ട് പറയുന്നത്. 3 വർഷമായിട്ട് 50 ഗ്രാം വെച്ച് ഒരു ജാതിക്ക് ഉപയോഗിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ വർഷം എനിക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചതിനെ കഴിഞ്ഞും നേരെ ഇരട്ടി ലാഭം എനിക്ക് കിട്ടി. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജാതിക്കുരുവിന് ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്. അപ്പം 75 കുരു മുതൽ 80 കുരു വരെ 1 കിലോയാണ്. അതുപോലെ തന്നെ 250-നും 275 ഗുരുവിന്റെ പത്രി തൂക്കിക്കഴിഞ്ഞാൽ 1 കിലോയാണ്. കാരണം അത്രയും നല്ല വ്യത്യാസം എനിക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമപ്പ്, നല്ല കട്ടി, നല്ല വെയിറ്റ്. 4 ഗ്രാം ഉള്ള ഒരു ഫ്ലവറാണ്. ഉണങ്ങിയത് 4 ഗ്രാം ഉണ്ട്. അപ്പം ഇത് 2 ദിവസം ഞാൻ ആ നെല്ലിയാമ്പതി ക്യാമ്പിന് പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോ അന്ന് ഇവിടെ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാത്രമേ ഇവിടെ പുള്ളിക്കാരത്തി ചെയ്യല. അപ്പം ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് ആ 2 ദിവസം ഇവിടെ അടമഴയായിരുന്നു. ഇവിടെ പൊഴിഞ്ഞു വീണതെല്ലാം അതേപടി കിടന്ന്, അല്ലെങ്കിൽ ഇത് ഇടുന്നതിന് മുമ്പായിരുന്നുണ്ടെങ്കിൽ പത്രി ഞാൻ പെറുക്കിയെടുക്കാൻ നോക്കണ്ട, കുരു പെറുക്കിയെടുത്താൽ മതിയായിരുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഉള്ള രീതിയിലാണ് എന്റെ ജാതിയുടെ കാര്യം. അപ്പൊ ഞാനിപ്പോ ഇത്തവണ ഞാൻ ഉപയോഗിച്ചേക്കണത് ഭൂവസ്ത്രയും ഗ്രോമാജിക്കും 100 ഗ്രാം വെച്ചാണ് ഒരെണ്ണത്തിട്ടാക്കണേ. അതിന്റെ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ബ്രാഞ്ചസ് വരുന്നുണ്ട്, ആകെ മൊത്തം ഒരു തിളപ്പുണ്ട്, നല്ല 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 ഈ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് ഇലയൊക്കെ. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് എന്റെ ജാതിയും എല്ലാം നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അടമഴയായ കാരണം കൊക്കോട എല്ലാം ഫ്ലവർ പൊഴിഞ്ഞു പോയി. പിന്നെ കവുങ്ങാൽ തരക്കേടില്ലാത്ത കാപ്പെടുത്തുകൊണ്ട്, പിന്നെ വാഴയുടെ കാര്യം ഞാൻ പറയേണ്ട, മനേസാറൊക്കെ വന്ന് കണ്ട കാര്യമാണ്. 38-40 കിലോയാണ് ഒരു റോബസ്റ്റ വാഴ. എനിക്ക് റോബസ്റ്റായും മഞ്ചരിക്കുള്ളയും ഉള്ളത്. മഞ്ചരിക്കുള്ളൻ 12 കിലോ.